ഒരു വെക്റ്റർ സ്പേസിന്റെ ബേസിസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് തിയറംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തിയറം 4.5.5 let S be a finite set of vectors in a finite dimensional vector space V. First one, if S spans V but is not a basis for V, then S can be reduced to a basis for V by removing appropriate vectors from S. Second one, if S is a linearly independent set that is not already a basis for V, then S can be enlarged to a basis for V by inserting appropriate vectors into S. അതായത് വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വിയിലുള്ള ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് എസ് എന്ന് വിചാരിക്കുക. രണ്ട് റിസൾട്ടുകളാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യത്തെ റിസൾട്ട് എസ് എന്നുള്ളത് വെക്റ്റർ സ്പേസ് വിനെ സ്പാൻ ചെയ്യുന്നു, പക്ഷേ അത് വിയുടെ ഒരു ബേസിസ് അല്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ വി ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്, വിയുടെ ഡയമെൻഷൻ എന്നാണെന്ന് വിചാരിക്കുക. എസ് വിനെ സ്പാൻ ചെയ്യണമെങ്കിൽ എസ്സിൽ മിനിമം എൻ വെക്ടേഴ്സ് ഉണ്ടാവണം, എന്നോ എന്നിൽ കൂടുതലോ വെക്ടേഴ്സ് ഉണ്ടാവണം. എസ്സിൽ എൻ വെക്ടേഴ്സ് തന്നെയാണെങ്കിൽ അതെന്തായാലും സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി തിയറം 4.5.4 അപ്ലൈ ചെയ്യുമ്പോൾ അത് വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് ആയിട്ട് മാറും. അപ്പം അല്ല എന്നുണ്ടെങ്കിൽ എസ്സിലെ എന്നിനേക്കാൾ കൂടുതൽ, അതായത് വെക്ടർ സ്പേസ് വിയുടെ ഡയമെൻഷനേക്കാൾ കൂടുതൽ വെക്ടേഴ്സ് ഉണ്ടാവും. ദെൻ എസ്സിൽ നിന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന എസ്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ആ ഒരു സബ്സെറ്റ്. അങ്ങനെ ഒരു സബ്സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ സബ്സെറ്റിൻ്റെ പ്രത്യേകത അത് വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് ആവുന്ന വിധത്തിൽ അങ്ങനെ ഒരു സബ്സെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. അപ്പോൾ എസ് വിനെ സ്പാൻ ചെയ്യുന്നു, പക്ഷെ ബേസിസ് അല്ല. അങ്ങനെയാണെങ്കിൽ എസ്സിൽ നിന്നും കുറച്ച് വെക്ടേഴ്സ് കളഞ്ഞിട്ട് റിസൾട്ടിങ് ആയിട്ടുള്ളൊരു സെറ്റ് വിയുടെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് അല്ല. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാക്സിമം എൻ വെക്ടേഴ്സ് അവിടെ പറ്റുള്ളൂ, എന്നോ എന്നിൽ കുറവോ വെക്ടേഴ്സ്. എൻ വെക്ടേഴ്സ് തന്നെയാണെങ്കിൽ വിയുടെ ഡയമെൻഷൻ എന്നാണെങ്കിൽ എന്തായാലും അത് ബേസിസ് ആവും. അല്ലാത്ത കേസിൽ അപ്പം എന്തായാലും എസ്സിലെ എന്നിനേക്കാൾ കുറവ് വെക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ്സിനെ വലുതാക്കാൻ പറ്റും. അതായത് എസ്സിലേക്ക് കുറച്ച് വെക്ടേഴ്സ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് കിട്ടുന്ന എസ്സിൻ്റെ ഒരു സൂപ്പർ സെറ്റ് വിയുടെ ബേസിസ് ആവുന്ന വിധത്തിലൊരു സൂപ്പർ സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. നമുക്ക് ഓരോ പാർട്ടും പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ എസ് എന്നുള്ളത് സ്പാൻ ചെയ്യുന്നു, വെക്ടർ സ്പേസ് വിനെ സ്പാൻ ചെയ്യുന്നു, പക്ഷെ ബേസിസ് അല്ല. ബേസിസ് ആവാൻ നമുക്ക് രണ്ട് കണ്ടീഷനാണുള്ളത്. സ്പാൻ ചെയ്യണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. ബേസിസ് അല്ലാത്തത് കൊണ്ടും സ്പാൻ ചെയ്യുന്നത് കൊണ്ടും. അപ്പോൾ ആകെയുള്ള ഒരു കണ്ടീഷൻ അവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കൂടി ആണെങ്കിൽ എന്തായാലും ബേസിസ് ആവും. സോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല, അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സ്പാൻ ചെയ്യുന്നു, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കൂടി ആണെങ്കിൽ ബേസിസ് ആവും, പക്ഷെ ബേസിസ് അല്ല എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. സോ ലീനിയർലി ഡിപ്പെൻഡൻറ്റിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എസ്സിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വെക്ടറിനെ നമുക്ക് ബാക്കിയുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും. എൽസി എന്ന് വെച്ചാൽ ലീനിയർ കോമ്പിനേഷൻ, എൽ ഡി ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, എൽ ഐ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഈ ഷോർട്ട് ഫോംസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ്സിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വീനെ നമുക്ക് ബാക്കിയുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. പ്ലസ് മൈനസ് തിയറം ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പാർട്ട് ബിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വെക്ടറിനെ മറ്റുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആളെ എടുത്ത് കളഞ്ഞാലും ആ കിട്ടുന്ന പുതിയ സെറ്റും അതിൻ്റെ സ്പാനിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ വീനെ കളയുന്നു, അപ്പോൾ അങ്ങനെ കിട്ടുന്ന സെറ്റിനെ എസ് ഡാഷ് എന്ന് വിളിക്കുന്നു, പക്ഷേ സ്പാനിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. എസ് സ്പാൻ ചെയ്യുന്നത് വീനെ ആയതുകൊണ്ട് എസ് ഡാഷും വീനെ തന്നെ സ്പാൻ ചെയ്യും. ഇനി എസ് ഡാഷ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, അതായത് എസ് ഡാഷിൽ ആ കേസിൽ എൻ വെക്ടേഴ്സ് ആണ് ഉള്ളതെങ്കിൽ, എസ്സിൽ n+1 ആണെങ്കിൽ ഒരാളെ കളഞ്ഞാൽ നമുക്ക് n ആവും. n+1 തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ n+10 ആവും. അപ്പോൾ നമുക്ക് 10 വെക്ടേഴ്സിനെ കളയേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇങ്ങനെ എസ് ഡാഷ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, അതായത് എസ് ഡാഷിൽ ആ കേസിൽ n വെക്ടേഴ്സ് ആവും. അങ്ങനെയാണെങ്കിൽ എസ് ഡാഷ് എന്തായാലും വിയുടെ ഒരു ബേസിസ് ആവും. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എസ് ഡാഷ് അപ്പോൾ ആറിനെ സ്പാൻ ചെയ്യുന്നുണ്ട്, വിനെ സ്പാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ബേസിസ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ഡാഷും ഈ പറഞ്ഞതുപോലെ തന്നെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിലത്തെ ഒരാളെ ബാക്കിയുള്ളവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അയാളെ കളയുക. അതാണ് we can remove some appropriate vector from S dash to produce S double dash.
ദാറ്റ് ഈസ് സ്റ്റിൽ സ്പാൻ വി. സ്പാനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെ കളഞ്ഞാൽ പ്ലസ് മൈനസ് തിയറം അതിൻ്റെ പാർട്ട് ബി അപ്ലൈ ചെയ്യുമ്പോൾ സ്പാനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എസ് ഡബിൾ ഡാഷ് ആറിനെ സ്പാൻ ചെയ്യും, വീനെ സ്പാൻ ചെയ്യും. എസ് ഡബിൾ ഡാഷ് ബേസിസ് ആണെങ്കിൽ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റ് കിട്ടും. ഇപ്പോൾ എൻ എന്നുള്ളത്, അതായത് വെക്റ്റർ സ്പേസ് വിയുടെ ഡയമെൻഷൻ 5 ആണ്. നമ്മുടെ എസ്സിൽ 12 വെക്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് n+7, 5+7 ആണ് 12. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഇങ്ങനെ ഓരോരുത്തരിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ കളഞ്ഞ് വരുമ്പോൾ 7 വെക്റ്റേഴ്സിനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുക ആ ഒരു സെറ്റിലെ 5 വെക്റ്റേഴ്സ് ആയിരിക്കും. അത് സ്പാൻ ചെയ്യുന്നുണ്ടാവും. വെക്റ്റർ സ്പേസ് വിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. 5 വെക്റ്റേഴ്സ് ആണ്, ഡയമെൻഷൻ 5 ആണ്. സോ തിയറം 4.5.4 അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായാലും ഏതെങ്കിലും ഒന്ന് മതി എന്നാണ് നമ്മൾ ആ തിയറത്തിൽ പറയുന്നത്. എസ്സിൽ കറക്റ്റ് ഇപ്പോൾ ഡയമെൻഷൻ n ആണെങ്കിൽ വെക്റ്റർ സ്പേസ് വിയുടെ ഡയമെൻഷൻ n-ഉം എസ്സിൽ കറക്റ്റ് n വെക്റ്റേഴ്സും ഇനി ഏതെങ്കിലും ഒരെണ്ണം മതി. സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിസ് ആവും, അതല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ബേസിസ് ആവും. രണ്ടും വേണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഡയമെൻഷൻ എത്രയാണോ അത്ര തന്നെയാവും. അപ്പോൾ ആ സിറ്റുവേഷനിൽ അത് ബേസിസ് ആവും, അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെ എത്രത്തോളം റിമൂവ് ചെയ്യണോ ആവശ്യാനുസരണം അത്രയും റിമൂവ് ചെയ്യുക. നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്ത് വരുന്നതൊക്കെ എസ്സിൻ്റെ സബ്സെറ്റുകളായിരിക്കും. അങ്ങനെ നമ്മളൊരു സ്റ്റേജിലെത്തുമ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ എത്ര കൂടുതലുണ്ടോ അത്ര ആൾക്കാരെ കളഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സബ്സെറ്റ് എസ്സിൻ്റെ സബ്സെറ്റ് വിയുടെ ബേസിസ് ആവും. നമുക്കതാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി അടുത്ത കേസിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്കത് ബേസിസ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെക്റ്റർ സ്പേസ് വിയുടെ ഒരു ബേസിസ് ഉണ്ടാക്കാം എന്നാണ് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഡയമെൻഷൻ ഓഫ് വി എന്നുള്ളത് n ആണെന്ന് വിചാരിക്കുക. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ബേസിസ് അല്ല എന്നുണ്ടെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, പിന്നെ സ്പാൻ ചെയ്താൽ ബേസിസ് ആവും. 2 കണ്ടീഷനാണ് വേണ്ടോ. അപ്പോൾ ഇവിടെ ബേസിസ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും എസ് എന്നുള്ളത് വിനെ സ്പാൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ചെയ്തതുപോലെ തന്നെ എസ് എന്നുള്ളത് വിനെ സ്പാൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്ന് പിക്ചോറിക്കലി വരച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഇതാണ് എസ്, ഇത് സ്പാൻ ഓഫ് എസ്. സ്പാൻ ഓഫ് എസ് വി അല്ല, ഇത് എസ്, ഇത് സ്പാൻ ഓഫ് എസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്റ്റർ സ്പേസ് വിയുടെ ഉള്ളിൽ സ്പാൻ ഓഫ് എസ്സിൽ പെടാത്ത വിധത്തിലുള്ള വെക്റ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റാത്ത മിനിമം ഒരാളെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ആരില്ലെങ്കിൽ നമുക്കത് എന്തായാലും ബേസിസ് ആയിട്ട് മാറും, സ്പാൻ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കത് പറ്റില്ല, നമ്മളിവിടെ ബേസിസ് അല്ല, അപ്പോൾ സ്പാൻ ചെയ്യില്ല എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വെക്റ്റർ വിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ അത് സ്പാൻ ഓഫ് എസ്സിലുണ്ടാവില്ല. പ്ലസ് മൈനസ് തിയറത്തിൻ്റെ പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അയാളെ എസ്സിലേക്ക് ആഡ് ചെയ്താലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പുതിയൊരു സെറ്റ് എസ് ഡാഷ് കണ്ടുപിടിക്കുന്നു. എസ് ഡാഷ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി എസ് ഡാഷ് വിനെ സ്പാൻ ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബേസിസ് ആയി നമ്മുടെ പരിപാടി കഴിഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എസ് ഡാഷിലേക്ക്, അപ്പോൾ എസ് ഡാഷിൻ്റെ സ്പാന് വി അല്ല, അപ്പോൾ അതിൽ എസ് ഡാഷിൻ്റെ സ്പാനിൽ പെടാത്ത വിധത്തിൽ ഒരാളെങ്കിലും ഒരു ഡബ്ല്യൂനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അയാളെ എസ് ഡാഷിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ സെറ്റിനെ എസ് ഡബിൾ ഡാഷിന് വിളിക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അധികം പോകാൻ പറ്റില്ല. ഡയമെൻഷൻ ഓഫ് വി എന്നുള്ളത് n ആണ്. ഇങ്ങനെ കിട്ടുന്നതെല്ലാം പ്ലസ് മൈനസ് തിയറത്തിന് പ്രകാരം എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു n ആയതുകൊണ്ട് n-ൽ കൂടുതൽ വെക്റ്റേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ എസ് ഡാഷ് എസ്സിലെ ബേസിസ് അല്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് n-നേക്കാൾ കുറവ് വെക്റ്റേഴ്സ് ആവും. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് എപ്പോഴാണോ ആ പുതിയ റിസൾട്ടിങ് സെറ്റിൽ n വെക്റ്റേഴ്സ് ആവുന്നത് അവിടെ വെച്ച് നമുക്ക് നിർത്താം. ആ ഒരു സിറ്റുവേഷനിൽ തിയറം 4.5.4 നേരത്തെ പറഞ്ഞതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബേസിസ് കിട്ടും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി. n വെക്റ്റേഴ്സ് ആണ് അവിടെ കറക്റ്റായിട്ട് വന്നത് എന്നൊക്കെ. അപ്പോൾ എസ് ഡാഷിൽ n വെക്റ്റേഴ്സ് ഇല്ല, 5 വെക്റ്റേഴ്സ് ഇല്ല. ഡയമെൻഷൻ ഓഫ് വി എന്നുള്ളത് 5 ആണ്. എസ് ഡാഷിലൊരു അല്ലെങ്കിൽ എസ്സിലൊരു 2 വെക്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ എസ് ഡാഷിലേക്ക് നമ്മൾ ഒരാളെ ആഡ് ചെയ്യുക, അപ്പോൾ 3 വെക്റ്റേഴ്സ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷെ സ്പാൻ ചെയ്യില്ല. വീണ്ടും അടുത്തതിൽ എസ് ഡബിൾ ഡാഷിൽ 4 വെക്റ്റേഴ്സ് ഉണ്ട്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും, പക്ഷെ സ്പാൻ ചെയ്യില്ല.
എസ് ഡബിൾ ഡാഷ് കഴിഞ്ഞു, പിന്നെ എസ് ട്രിപ്പിൾ ഡാഷിൽ വീണ്ടും ഒരാളെ ആഡ് ചെയ്യും. അപ്പോൾ അതിൽ 5 വെക്ടേഴ്സ് ആവും. അപ്പോൾ എന്തായാലും സ്പാൻ ചെയ്യും. പിന്നെ ഒരാളെ ആഡ് ചെയ്താൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നമുക്ക് കിട്ടില്ല, ഡയമെൻഷൻ ഓഫ് ഈ 5 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലസ് മൈനസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ സ്പാൻ എന്നുള്ളൊരു പ്രശ്നം വരുമ്പോഴാണ് പുതിയ ആൾക്കാരെ ആഡ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ 5 വെക്ടേഴ്സ് എക്സാക്റ്റ് ആകുമ്പോൾ നമുക്ക് പരിപാടി നിർത്താവുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതാണ് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് തിയറം 4.5.6 W എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിയുടെ സബ് സ്പേസ്. നമുക്ക് 3 കാര്യങ്ങളാണ് അവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. W ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിരിക്കും, ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ആയിരിക്കും, V ഈക്വൽ ടു W ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V. അപ്പോൾ W എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിയുടെ സബ് സ്പേസ്. അപ്പോൾ എന്തായാലും സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ പ്രൂവ് ചെയ്യാനുള്ള W ഫൈനൈറ്റ് ഡയമെൻഷണൽ. ഒരു വെക്ടർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ എന്ന് പറയണമെങ്കിൽ അതിനൊരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് യൂസ് ചെയ്ത് സ്പാൻ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് V എന്നുള്ളത് വലിയ സെറ്റ്, വലിയ വെക്ടർ സ്പേസ്, ഇതാണ് V എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു സബ് സ്പേസ് ആണ് W. V ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ്. അപ്പോൾ Vനെ നമുക്കൊരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് യൂസ് ചെയ്ത് സ്പാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതായത് Vയിലുള്ള എല്ലാ വെക്ടേഴ്സിനെയും ഒരു എസ് എന്നുള്ള Vയുടെ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു സബ്സെറ്റ് എസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. Vയുടെ ഡയമെൻഷൻ എത്രയാണോ അത്രയും മെമ്പേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക, അല്ലെങ്കിൽ അതിലും കൂടുതലുണ്ടാവും. എന്തായാലും Vനെ ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് യൂസ് ചെയ്ത് സ്പാൻ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ മീനിങ് ഇതാണ്. Vയിലുള്ള എല്ലാവരുടെയും എസ്സിലുള്ള വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എസ് എന്നുള്ളത് Vനെ സ്പാൻ ചെയ്യും. അപ്പം ഇനി ഇതേ സെയിം സെറ്റ് Wനും സ്പാൻ ചെയ്യും. കാരണം Vയുടെ ഉള്ളിലാണ് W കിടക്കുന്നത്. അതായത് Wയിലുള്ള എല്ലാവരും എവിടെ ഉണ്ട്? Vയിലുണ്ട്. Vയിലുള്ള എല്ലാവരെയും എസ്സിലത്തെ മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ Wയിലുള്ള എല്ലാവരെയും എസ്സിലെ മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. സോ സെയിം സെറ്റ് എസ് ആറിനെയും സ്പാൻ ചെയ്യും, Wനും സ്പാൻ ചെയ്യും. സോ W എന്താണ്? ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ്. ഒരു വെക്ടർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ എന്ന് പറയണമെങ്കിൽ ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് യൂസ് ചെയ്ത് അതിനെ സ്പാൻ ചെയ്യാൻ സാധിക്കണം. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് V ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ്. Vനെ ഫൈനൈറ്റ് സെറ്റ് കൊണ്ട് സ്പാൻ ചെയ്യാം. Vയുടെ ഉള്ളിലാണ് W എടുക്കുന്നത്. സോ സെയിം സെറ്റ് കൊണ്ട് നമുക്ക് Wനും സ്പാൻ ചെയ്യാം. സോ W എന്താണ്? ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ്. ഞാൻ അടുത്ത കേസിൽ, സെക്കൻഡ് കേസിൽ ഡയമെൻഷൻ ഓഫ് W ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തു W ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ്. Wയുടെ ഡയമെൻഷൻ M ആണെന്ന് വിചാരിക്കുക. അതായത് അതിൻ്റെ ബേസിസിൽ M വെക്ടേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസ് നമ്മൾ എടുക്കുന്നു, S ഈക്വൽ ടു W1 W2 എക്സെട്ര Wm. അപ്പോൾ M വെക്ടേഴ്സ് ഉള്ള Wൻ്റെ ഒരു ബേസിസ് ആണിത്. ബേസിസ് ആയതുകൊണ്ട് അതെന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് Wനെ സ്പാൻ ചെയ്യും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് Wൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു Vയുടെ ഡയമെൻഷൻ. ഇനി ഇത് എവിടത്തെയും സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. ഈ എസ് എന്നുള്ളത് Vയുടെയും സബ്സെറ്റ് ആണ്. Vയുടെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് എസ്. അപ്പോൾ എസ് എന്നുള്ള ഒന്നെങ്കിൽ Vയുടെ ബേസിസ് ആവാണ്ടിരിക്കാം. ആദ്യത്തെ കേസിൽ ബേസിസ് ആണെന്ന് വിചാരിക്കുക. എസ് എന്നുള്ള Vയുടെ ബേസിസ് ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ Vയുടെ ബേസിസിലും M വെക്ടേഴ്സ് ആണ്. ഡയമെൻഷൻ ഓഫ് Vയും M ആയിരിക്കും. അപ്പോൾ ആ കേസിൽ ഡയമെൻഷൻ ഓഫ് V ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W. എപ്പോൾ എസ് എന്നുള്ളത് Vനെയും കൂടി സ്പാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും Vയുടെ സബ്സെറ്റ് ആയിട്ട് വരുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇനി അല്ല എന്ന് വിചാരിക്കുക, എസ് എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ Vയുടെ ബേസിസ് അല്ല. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പത്തെ തിയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Vയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടി, ബേസിസ് അല്ലാത്തത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വലുതാക്കിയിട്ട് എൻലാർജ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് Vയുടെ ഒരു ബേസിസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് എസിൻ്റെ കൂടെ കുറച്ച് വെക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ Vയുടെ ബേസിസ് കിട്ടും. അപ്പോൾ ആ കേസിൽ എസിൻ്റെ കൂടെ വെക്ടേഴ്സ് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എസിൻ്റെ
ഉള്ള വെക്ടേഴ്സിനേക്കാൾ കൂടുതൽ വെക്ടേഴ്സ് വിയുടെ ബേസിസിലുണ്ടാവും. അപ്പോൾ ആ കേസിൽ ഡയമെൻഷൻ ഓഫ് വി എന്നുള്ളത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈക്വൽ ആണ്, പിന്നത്തേക്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. സോ രണ്ട് കേസും നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാവുന്നതാണ്. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ഇൻ ഓൾ കേസസ്. ഇനി അടുത്ത കേസിൽ ഡബ്ല്യു ഈക്വൽ ടു വി നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വി ഈക്വൽ ടു ഡബ്ല്യു ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്നും, തിരിച്ച് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി ആണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു വി എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു പാർട്ട് ഒബ്വിയസ് ആണ്, നമ്മൾ ലാസ്റ്റ് പറയാം. ഇപ്പോൾ തൽക്കാലം ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വിയും സെയിം ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം. നമ്മൾ ഡബ്ല്യുവിൻ്റെ ഒരു ബേസിസ് എടുക്കുന്നു, ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ അപ്പോൾ എം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സെയിം ഡയമെൻഷൻ തന്നെയായിരിക്കും നമ്മുടെ വിക്കും. എസ് എന്നുള്ളത് W1 W2 എക്സെട്ര WM ഡബ്ല്യുവിൻ്റെ ഒരു ബേസിസ് ആണെന്ന് വിചാരിക്കുക. ഡബ്ല്യു ആരുടെ സബ്സ്പേസ് ആണ്? വിയുടെ സബ്സ്പേസ് ആണ്. സോ ഈ പറയുന്ന എസ് ആരുടെയും സബ്സെറ്റ് ആണ്, വിയുടെയും സബ്സെറ്റ് ആണ്. വിയുടെ ഡയമെൻഷൻ എം ആണ്, എസ്സിലെ എം വെക്ടേഴ്സ് ആണ്. എസ് ഓൾറെഡി ഡബ്ല്യുവിൻ്റെ ബേസിസ് ആണ്, അപ്പോൾ അതെന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന എസ് എം വെക്ടേഴ്സ് ഉള്ള വിയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണ്. വിയുടെ ഡയമെൻഷൻ എം ആണ്, അതേ സെയിം നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണ് നമ്മുടെ എസ്. സോ തിയറം 4.5.4 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എസ് എന്നുള്ളത് വിയുടെ ഒരു ബേസിസ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ വേണ്ട, നമ്മളവിടെ പറയുന്നത് അതാണ്. വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്, അതിൻ്റെ ഡയമെൻഷൻ എൻ ആണ്. എസ്സിലും കറക്റ്റ് എൻ വെക്ടേഴ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എസ് ബേസിസ് ആവാൻ ഒന്നുകിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി, അല്ലെങ്കിൽ സ്പാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മതി. ഇവിടെ വിയുടെ ഡയമെൻഷൻ എം ആണ്, ഇതിൽ എം വെക്ടേഴ്സ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നമുക്ക് എന്തായാലും അത് ബേസിസ് ആവും. അപ്പോൾ ആ കേസിൽ ഈ എസ് എന്നുള്ളത് ഡബ്ല്യുവിൻ്റെയും ബേസിസ് ആണ്, സെയിം വിയുടെയും ബേസിസ് ആണത്. സോ ഈ രണ്ടും രണ്ടല്ല, കാരണം ഡബ്ല്യു എന്നുള്ളത് വിയുടെ ഒരു സബ്സെറ്റ് ആണ്, സബ്സ്പേസും ആണ് സബ്സെറ്റും ആണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ സെയിം ബേസിസ് കൊണ്ട് നമുക്ക് വിയുടെ ബേസിസ് കിട്ടുന്നുണ്ട്. ഡബ്ല്യുവിൻ്റെയും വിയുടെയും ബേസിസ് സെയിം ആണ്. അപ്പോൾ രണ്ടും രണ്ടല്ല, രണ്ടും ഒരേ ആളാണ്. അതാണ് ആദ്യത്തെ ഒരു പാർട്ട്. കോൺവേഴ്സ് പാർട്ടിൽ ഡബ്ല്യു ഈക്വൽ ടു വി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒബ്വിയസ് ആണ് രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും പ്രൂവ് ചെയ്യാനില്ല.